ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. മാഞ്ഞാലി കൃഷി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് വെണ്ട കൃഷി. മഴക്കാലം ആയതുകൊണ്ട് തന്നെ അധികം പരിചരണങ്ങളൊന്നും ഇല്ലാതെ കൃഷിയിലേക്ക് കടന്നു വരുന്ന തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കൃഷിയാണ് വെണ്ട കൃഷി. ഈ കാണുന്ന വെണ്ടത്തൈ ഏകദേശം ഒരു 3 ആഴ്ച പ്രായമുള്ളതാണ് കേട്ടോ. ഇതുകൂടാതെ ചെയ്യാൻ പറ്റിയ കൃഷിയാണ് വഴുതനയ കൃഷി. വഴുതന നമുക്ക് മഴക്കാലത്ത് നല്ലപോലെ വിളവ് ലഭിക്കും. ഈ തൈ ഞാൻ അഗ്രികൾച്ചറൽ നഴ്സറിയിൽ നിന്നാണ് മേടിച്ചതാണ്. ഒരു തൈക്ക് 2 രൂപയാണ് വരുന്നത്. ഒരാഴ്ച പ്രായമുള്ള തൈയാണ് മേടിച്ചത്. മേടിച്ച് നട്ടപ്പോൾ കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഞാൻ ചേർത്തിരുന്നുള്ളൂ. 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആദ്യ വളം ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി ഞാൻ വെണ്ടത്തയുടെ ചുറ്റൊന്ന് വേരുമ തട്ടാത്ത രീതിയിൽ ഒന്ന് കളച്ചു. അതിനുശേഷം നോക്കൂ, ഇത് ചാണകപ്പൊടി ഇട്ടു. നല്ല പൊടിയായ ചാണകപ്പൊടിയാണ്. അത് ഇതിന് ചുറ്റോറും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നഴ്സറിയിൽ നിന്ന് മേടിച്ച വളമാണ് NPK മിശ്രിതം അടങ്ങിയ വളമാണ് കേട്ടോ. ഇതിന്റെ പേര് കനകമീൽ എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളം നല്ല നഴ്സറികളിൽ നിന്ന് മേടിച്ച് ചേർക്കാം കേട്ടോ. ഈ വളം തൈക്ക് ചുറ്റും ഇതുപോലെ ഒന്ന് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അപ്പൊ എല്ലാ തൈക്കും നമ്മള് വളം ഇട്ട് കൊടുത്തു. കുറച്ച് വേപ്പും മണ്ണാക്കും ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് മണ്ണ് കൊണ്ട് വളർന്ന് മൂടി കൊടുക്കാം. മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് കൂന കൂട്ടി വേണം കൃഷി ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മൾ കുഴിയെടുത്തിട്ടാണ് സാധാരണ വെണ്ട കൃഷി ചെയ്യൽ. അപ്പൊ എല്ലാ തൈക്കും നമ്മള് വളമിട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് കളച്ച് മൂടി കൊടുത്തു. ഞാനിവിടെ നട്ടിട്ടുള്ള ഏകദേശം ഒരു 15 തൈയാണ്. അതിനുശേഷം നമുക്കൊന്ന് നനച്ചു കൊടുക്കേണ്ടതുണ്ട്. ഏകദേശം 10-20 ദിവസം കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും കേട്ടോ. ഇത് നോക്കൂ, ഇത് കേടായ ഒരു ഇല ആക്കുന്നുണ്ട്. ഇതുപോലെ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന തുറസായ സ്ഥലമാണ് കേട്ടോ കൃഷിക്കായി നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇത് നോക്കൂ, ഇപ്പൊ തന്നെ ഇത് മുട്ടുകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പൂ വിരിഞ്ഞ് കായ ഉണ്ടായി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു വളം കൂടി ചെയ്യേണ്ടതുണ്ട്. അതിന്റെ വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ വീട്ടുമുറ്റത്തും വെണ്ട കൃഷി ചെയ്യും. വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ വിളയിച്ചെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് കരുതുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്